അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാന്റെ ഇന്നത്തെ ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സിമ്പിൾ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് അധികവും വന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ഇപ്പുറത്ത് ഉത്തരമുണ്ട്. ഏതാണ് ഉത്തരം? അള്ളാഹു അനുഗ്രഹമാണ് നമ്മുടെ വീടുകൾ. അടുത്തത്, വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെക്കുക. അടുത്തത്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുകാൽ വെക്കുക. അടുത്ത, പ്ലാസ്റ്റിക് നിയന്ത്രണത്തിന് തുണി സഞ്ചി ഉപയോഗിക്കുക. അടുത്തത്, വൃത്തിയുള്ള ശരീരത്തിന് കുളിക്കണം. അടുത്ത പൂർത്തിയാക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ? വൃത്തി ഈമാനിന്റെ നമ്മൾ പറഞ്ഞ ഉത്തരം തന്നെ അല്ലെ, ഭാഗമാണ്. വൃത്തി ഈമാന്റെ ഭാഗമാണ് നമ്മൾ പറഞ്ഞ ചോദ്യം. അടുത്തത്, വിഭവങ്ങളുടെ അമിതവ്യയം പോലും പ്രകൃതിയെ ഉത്തരം നശിപ്പിക്കലാണ്. അടുത്തത്, മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ. മരങ്ങൾ വരെ ഉണ്ട്, നട്ടുപിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രം എഴുതിയാൽ മതി. അടുത്ത്, ശരീരത്തിലെത്തിയ പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും. അത്ര എഴുതാനുള്ളൂ, വളരെ സിമ്പിള്. അടുത്ത, പ്ലാസ്റ്റിക് സംസ്കരണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. അത്രേ ഉള്ളൂ. അടുത്ത ഉത്തരം എഴുതാം. ഖൽബിനെ ശുദ്ധമാക്കണം. എന്തിൽ നിന്നെല്ലാം? അത് നമ്മൾ 1ാം പാഠത്തിൽ പഠിക്കുന്നതാണത് അല്ലെ. കിബിർ, ഹസദ്, റിയാ, ഷിർക്ക്. കിബിർ, ഹസദ്, റിയാ, ഷിർക്ക്. അടുത്ത്, വൃത്തിയുള്ള പരിസരത്തിന് എന്ത് ചെയ്യണം? വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ ആവർത്തിച്ചു വന്ന്. വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. അടുത്തത്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്ത്? അതും നമ്മൾ മോഡൽ ചോദ്യ പേപ്പറിലൊക്കെ പറഞ്ഞ ചോദ്യമായിരുന്നു അല്ലേ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അടുത്തത്, കൂടുതൽ വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്ത സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചോദിച്ചു? അപ്പോൾ നമ്മളവിടെ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് അവിടെ വന്നത്. അതിന്റെ ഉത്തരം എന്താ? എന്താണ് സഅദേ ഈ ദുർവ്യയം? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. അപ്പൊ നബി തങ്ങൾ സഅദ് റളിയല്ലാഹുവിനോട് ചോദിച്ചതാണ് ഇവിടെ എഴുതാൻ പറഞ്ഞത്. എന്താണ് സഅദേ ഈ ദുർവ്യയം? അടുത്ത ചോദ്യം, പ്രകൃതി എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ്? ഇത് നമ്മൾ ഇന്നലെ ഏത് പറഞ്ഞിരുന്നു? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി. അടുത്ത, തെറ്റ് ശരിയാക്കാനാണ്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ ശുദ്ധമാക്കും. വളരെ സിമ്പിളാണ്, അന്തരീക്ഷത്തെ മലിനമാക്കും. അടുത്തത്, ദേഹം വൃത്തിയിലാവാൻ നമ്മൾ സുന്ദരമായി ഉറങ്ങണം. തെറ്റ്. ഉറങ്ങണം നല്ല, സുന്ദരമായി കുളിക്കണം അല്ലേ. സുന്ദരമായി കുളിച്ചിടും. കണ്ടോ, കുളിച്ചിടും. അടുത്തത്, ആശയം എഴുതാം. നളിഫു അഫ്നിയത്തക്കും. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ മുറ്റങ്ങൾ നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അടുത്തത്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. അർത്ഥം ഇതാനാണ്. മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു. അടുത്തത്, ക്രമത്തിലാക്കാനാ. 1ാമത്തെ പാഠത്തിലെ പാട്ടാണിത്. അപ്പൊ വൃത്തിയുള്ള കുട്ടികൾ നമ്മൾ കൃത്യമിലെല്ലാം ചെയ്തിടും. പിന്നെ പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും. അപ്പോൾ അത് ക്രമത്തിലാക്കുക. ഇതാണ് ഇപ്പോൾ 4ാം ക്ലാസ്സിന്റെ ചോദ്യപേപ്പർ.